FMOയുടെ ഈ വീഡിയോയിൽ പാർട്ട് 5 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിനെ കുറിച്ചാണ്. ധനകാര്യ ഉപകരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. എന്താണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ഈസ് യൂസ്ഡ് ഫോർ വെറൈറ്റി ഓഫ് റിട്ടേൺ ലീഗൽ ക്ലെയിംസ് ഓൺ മണി. പണത്തെ സംബന്ധിച്ചുള്ള നിയമപരമായ അവകാശവാദങ്ങളുള്ള ഒത്തിരിയേറെ രേഖാമൂലം തയ്യാറാക്കപ്പെട്ട കടലാസുകളുണ്ട്, പേപ്പറുകളുണ്ട്. അവയെ എല്ലാം ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. ദാറ്റ് ആർ ട്രാൻസ്ഫറബിൾ ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഈ ഫിനാൻഷ്യൽ ക്ലെയിമുകൾ എന്ന് പറയുന്ന രേഖകൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറാവുന്നതുമാണ് എന്നതാണ് ഈ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുകളുടെ പ്രത്യേകത. അതിൽ തന്നെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകൾ എന്ന് പറഞ്ഞ രേഖകൾ ഹ്രസ്വകാലത്തേക്ക് നമുക്ക് പണത്തിൻ്റെ ഇടപാട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രേഖകളാണെങ്കിൽ, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകളാവട്ടെ ലോങ് ടൈം ഫണ്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കപ്പെട്ട ഇൻസ്ട്രുമെൻറ്റുകളാണ്. സോ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുകൾ എന്ന് പറയുന്നത് റിട്ടൺ ലീഗൽ ക്ലെയിംസ് ആണ് ഓൺ മണി ദാറ്റ് ആർ ട്രാൻസ്ഫറബിൾ ഫ്രം വൺ പേഴ്സൺ ടു അനദർ. അത് ഒരു വ്യക്തിയിൽ നിന്ന് വേറൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫറബിളും കൂടിയാണ് എന്നതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത, എടുത്തു പറയത്തക്ക സവിശേഷത. Financial instruments are documentary evidences of claim against an individual or against a firm or against a state. അതായത് ഒരു വ്യക്തി എനിക്കിങ്ങോട്ട് പൈസ തരാനുണ്ടെങ്കിൽ, ഒരു സ്ഥാപനം എനിക്കിങ്ങോട്ട് പൈസ തരാനുണ്ടെങ്കിൽ, എന്തിനധികം ഒരു ഗവൺമെൻറ് എനിക്കിങ്ങോട്ട് പൈസ തരാനുണ്ടെങ്കിൽ അതിൻ്റെ തെളിവായിട്ട് തയ്യാറാക്കപ്പെട്ട രേഖയാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് എന്ന ഡോക്യുമെൻ്റ്. ആദ്യം അതാണ് ചിന്തിക്കേണ്ടത്. ഫോർ പേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ, ചിലപ്പോൾ ഞാൻ നൽകിയ മുതൽ എനിക്ക് തിരിച്ചു നൽകണമെന്നായിരിക്കാം അതിലെഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ മുതലും പലിശയും ആൻഡ് ഓർ ഇൻട്രസ്റ്റ്, പലിശയും കൂടിയോ ആവാം, അല്ലെങ്കിൽ പലിശ മാത്രമാകാം അതിനകത്ത് തരാനായിട്ടായിരിക്കാം ബാധ്യതയുണ്ടെന്ന് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഓർ ഡിവിഡൻറ്റ്, അല്ലെങ്കിൽ ലാഭത്തിൻ്റെ പങ്ക് തരാമെന്നായിരിക്കാം പറഞ്ഞിരിക്കുന്നത് ആ രേഖയിൽ. ഓൺ എ സ്പെസിഫൈഡ് മെച്യൂരിറ്റി ഡേറ്റ്, അതിൽ ഒരു കൃത്യമായ കാലാവധി പറഞ്ഞിട്ടുണ്ടാകും. ആ കാലാവധി പൂർത്തിയാകുന്ന മുറയ്ക്ക് എനിക്ക് ആ വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഗവൺമെൻറ് എനിക്ക് ആ രേഖ പ്രകാരം ഇങ്ങോട്ട് പണം അല്ലെങ്കിൽ പലിശ മുതൽ എന്തെങ്കിലുമൊക്കെ നൽകാനുണ്ട് എന്നുള്ള എൻ്റെ അവകാശവാദം രേഖയാക്കി തന്നിരിക്കുന്നതാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. എന്താണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് എന്നുള്ളത് നമ്മൾ ആദ്യം അറിയാം. ദേ ആർ ഇഷ്യൂഡ് ബൈ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്. ഇതിനിടയിൽ നിൽക്കുന്ന മധ്യവർത്തികളാണ് ഈ രേഖ തയ്യാറാക്കുന്നത് അഥവാ വിതരണം ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഫിനാൻഷ്യൽ documents are issued by financial intermediaries in financial markets for channelizing funds from lenders to borrowers. അങ്ങനെ ആധികാരികമായ ഇടനിലക്കാർ ഇടയ്ക്ക് നിൽക്കും, വിശ്വസ്തയോടുകൂടി ആ പണം തിരികെ കിട്ടുമെന്ന് ഉറപ്പുള്ളപ്പോഴാണ് സമ്പാദ്യങ്ങൾ ധൈര്യമായി ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങളിലേക്ക് മുടക്കാനായിട്ട് വ്യക്തികളാണെങ്കിലും ശരി, സ്ഥാപനങ്ങളാണെങ്കിലും ശരി, ഗവൺമെൻറ്റുകളാണെങ്കിലും ശരി തയ്യാറാവുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നല്ല പേരും പ്രശസ്തിയുമുള്ള ഇടനിലക്കാർ, ഈ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ഈ ഡോക്യുമെൻ്റ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിലോ തീർച്ചയായിട്ടും അതിന് വിലയുണ്ട്. ഫണ്ടുകൾ ആ ചാനലിൽ കൂടി ഒഴുകാൻ തുടങ്ങും ഫിനാൻഷ്യൽ മാർക്കറ്റുകളിൽ. ബേസിക്കലി ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഓർ സെക്യൂരിറ്റീസ് ആർ ഓഫ് പ്രൈമറി ഓർ സെക്കൻഡറി ഇൻ നേച്ചർ. അടിസ്ഥാനപരമായി പറയുമ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് എന്നും പറയാം. അവയ്ക്ക് പ്രാഥമിക ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുകളെന്നോ ദ്വിതീയ ഇൻസ്ട്രുമെൻറ്റുകളെന്നോ രണ്ട് തരത്തിലായിട്ട് തിരിക്കുക. പ്രൈമറി ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന്, സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന്. പ്രൈമറി ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇൻസ്ട്രുമെൻറ്റുകളാണ്. ദീസ് ആർ ഇൻസ്ട്രുമെൻറ്റ്സ് ഡയറക്ട്ലി ഇഷ്യൂഡ് ബൈ ദ അൾട്ടിമേറ്റ് ബോറോവേഴ്സ് ഇൻ ദ മാർക്കറ്റ് ടു ദ അൾട്ടിമേറ്റ് സേവേഴ്സ്. നേരിട്ട് ആരാണോ കടം വാങ്ങിക്കുന്ന അവർ, ആരാണോ നിക്ഷേപിക്കുന്ന ആ വ്യക്തിക്ക് നേരിട്ട് എഴുതി കൊടുക്കുന്ന കുറിപ്പ് അല്ലെങ്കിൽ രേഖാപത്രം, ഡോക്യുമെൻ്ററി എവിഡൻസ്, അതാണ് പ്രൈമറി ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. ഉദാഹരണത്തിന് ഒരു കമ്പനി പൊതുജനങ്ങളോട് ഇക്വിറ്റി ഷെയറുകളിലൂടെ ഫണ്ട് സമാഹരിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. അത് തിരിച്ചു കൊടുത്തോളാമെന്ന് കമ്പനി നേരിട്ട് ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് ആ ഇക്വിറ്റി ഷെയറിൻ്റെ ഷെയർ സർട്ടിഫിക്കറ്റ് രേഖ. അതുപോലെ തന്നെ ഡിബഞ്ചറുകൾ, കടപ്പത്രങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? കമ്പനി കടമായി വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ഡിബഞ്ചറുകളിൽ കടമായി വാങ്ങിച്ച ഫണ്ട് തിരികെ സമയബന്ധിതമായി കൊടുക്കാമെന്ന് കമ്പനി നേരിട്ട് ആരാണോ കമ്പനിക്ക് പണം കടം നൽകിയിട്ടുള്ളത് കടപ്പത്രങ്ങളിലൂടെ ഡിബഞ്ചറിലൂടെ ആ വ്യക്തിയോട് നേരിട്ട് സമ്മതിക്കുന്നതിൻ്റെ തെളിവായിട്ടുള്ള രേഖയാണ് ഡിബഞ്ചറുകൾ. അപ്പോൾ കമ്പനി നേരിട്ട് ഇഷ്യൂ ചെയ്യുന്നവയായതുകൊണ്ട് ഇതൊക്കെ അതായത് കടം വാങ്ങുന്നവനും പണം കടം കൊടുക്കുന്നവനും നേരിട്ട് തമ്മിലുള്ള ഇടപാടായതുകൊണ്ട് ഇത്തരം ഡോക്യുമെൻറ്റുകളെ
പ്രൈമറി ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റുകൾ എന്നാണ് നമ്മൾ പറയുക. എന്നാൽ സെക്കൻഡറി ഫിനാൻഷ്യൽ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ അതല്ല. സെക്കൻഡറി ഓർ ഇൻഡയറക്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ഇഷ്യൂഡ് ബൈ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ടു ദ അൾട്ടിമേറ്റ് സേവേഴ്സ്. ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് അഥവാ ഇടനിലക്കാരായിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളാവാം, ഇൻഷുറൻസ് പോളിസികളിലൂടെ ആവാം, അവരാണ് ഇത്തരത്തിലുള്ള സമ്പാദ്യങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നതിന് ഒരു വിശ്വാസപത്രം ഉണ്ടാക്കി നൽകുന്നത്. നോക്കുക, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുകൾ പലപ്പോഴും മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകൾ, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകൾ എന്നിങ്ങനെ രണ്ട് കാറ്റഗറിയിൽ നമ്മൾ കാണാറുണ്ട്. Financial instruments are broadly classified into money market instruments like call money, certificate of deposits, treasury bills, etc. and capital market instruments like equity shares, bonds, debentures, etc. or derivative instruments. ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകൾ മൂന്നെണ്ണത്തിൻ്റെ പേര് പറഞ്ഞത് ഏതൊക്കെയാണ് നമ്മൾ ഓർത്ത് വയ്ക്കുക. ഇക്വിറ്റി ഷെയറുകൾ, ബോണ്ടുകൾ, ഡിബഞ്ചറുകൾ, പിന്നെ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റുകളൊക്കെയാണ്. ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് മണി ബൈ ദ പാർട്ടിസിപ്പൻസ് ഇൻ ദ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആർ കാറ്റേർഡ് ത്രൂ ദീസ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഈ പണത്തിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് പാർട്ടിസിപ്പൻസ് നൽകുന്നത്, ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് മണി ബൈ ദ പാർട്ടിസിപ്പൻസ് ഇൻ ദ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആർ കാറ്റേർഡ് ത്രൂ ദീസ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഈ ഇൻസ്ട്രുമെൻറ്റ്സിലൂടെയാണ് കാറ്റർ ചെയ്യപ്പെടുന്നത്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഡിഫർ ഇൻ ടേംസ് ഓഫ് റേറ്റ് ഓഫ് റിട്ടേൺ. അതിൻ്റെ റേറ്റ് ഓഫ് റിട്ടേണിൽ വ്യത്യാസമുണ്ട്. മാർക്കറ്റബിലിറ്റി, അതിൻ്റെ മാർക്കറ്റബിലിറ്റിയിൽ വ്യത്യാസമുണ്ട്. നേച്ചർ, അതിൻ്റെ പ്രകൃതത്തിൽ വ്യത്യാസമുണ്ട്. റിസ്ക്, ട്രാൻസാക്ഷൻ കോസ്റ്റ്, എക്സെട്ര, ഇതിലൊക്കെ ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഫിനാൻഷ്യൽ സർവീസസിനെ കുറിച്ചാണ് അടുത്ത ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്ര നേരം ചർച്ച ചെയ്ത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിനെ കുറിച്ചാണ്. അതിനു മുമ്പ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് ചർച്ച ചെയ്തു. ഓക്കെ, ഇനി ഫിനാൻഷ്യൽ റെഗുലേറ്റേഴ്സിനെ കുറിച്ച് അതിനു മുമ്പ് ചർച്ച ചെയ്തു. RBI, SEBI പോലുള്ള നിയന്ത്രക സ്ഥാപനങ്ങൾ, IRDA പോലുള്ള സ്ഥാപനങ്ങൾ. ഇനി ഫിനാൻഷ്യൽ സർവീസസ്, സാമ്പത്തിക സേവനങ്ങൾ, ധനപരമായ സേവനങ്ങൾ എന്തൊക്കെയാണ്? ഫിനാൻഷ്യൽ സർവീസസ് ആർ ആക്ടിവിറ്റീസ് ആൻഡ് ബെനിഫിറ്റ്സ് കണക്റ്റഡ് വിത്ത് സെയിൽ ഓഫ് മണി ഓർ മണീസ് വർത്ത്. പണം അല്ലെങ്കിൽ പണമൂല്യമുള്ള കാര്യങ്ങളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഫിനാൻഷ്യൽ സർവീസസ് എന്ന് നമ്മൾ പറയുന്നത്. ഫിനാൻഷ്യൽ സർവീസസ് ആർ ആക്ടിവിറ്റീസ് ആൻഡ് ബെനിഫിറ്റ്സ് കണക്റ്റഡ്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളും അതിൽ നിന്നുള്ള പ്രയോജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറയുന്നത്. പണമോ പണമൂല്യമുള്ള വസ്തുക്കളുടെയോ കൈകാര്യം ചെയ്യലിലൂടെ നമുക്കുണ്ടാക്കാവുന്ന ബെനിഫിറ്റുകൾ അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളെ പൊതുവെ വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ സർവീസസ് എന്ന്. ദേ ഫെസിലിറ്റേറ്റ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഒരേ സമയം വ്യക്തിഗത നിക്ഷേപകർക്കും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ നിക്ഷേപകർക്കും ഇത് ഒരുപോലെ ഗുണം ചെയ്യുന്നവയാണ് ഈ ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ സർവീസസ് കവർ എ വൈഡ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ്. ഫിനാൻഷ്യൽ സർവീസസിൽ ഒന്നല്ല, ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ സർവീസസിൽ കവർ ചെയ്യപ്പെടുന്ന പ്രവർത്തനങ്ങളെന്ന് നമുക്ക് നോക്കാം. അതായത് ലൈക്ക് ഇൻഷുറൻസ്, ബാങ്കിങ്, ക്രെഡിറ്റ് സർവീസസ് സച്ച് ആസ് മെർച്ചൻറ്റ് ബാങ്കിങ്, മ്യൂച്വൽ ഫണ്ട്, വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ്, ലീസ് ഫിനാൻസിങ്, സ്റ്റോക്ക് ബ്രോക്കിംഗ്, അതുപോലെ തന്നെ വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ്, ഹയർ പർച്ചേസ്, ഹൗസ് ഫിനാൻസിങ്, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്, ക്രെഡിറ്റ് റേറ്റിംഗ്, കൺസ്യൂമർ ഫിനാൻസ്, ഫാക്ടറിങ്, കസ്റ്റോഡിയൽ സർവീസസ്, സൂക്ഷിപ്പ്, ഒരു വിലപിടിപ്പുള്ള സാധനം സൂക്ഷിക്കാനായിട്ട് ഒരാൾ സേവനം ഏറ്റെടുക്കുക, അത്തരത്തിലുള്ള സേവനങ്ങൾ നൽകുക. സ്വർണവും മറ്റുമൊക്കെ ലോക്കറിൽ വെച്ച് സൂക്ഷിക്കുന്ന പോലെ. അപ്പോൾ കസ്റ്റോഡിയൽ സർവീസ്, ഇതൊക്കെ എന്തോന്നാണ് ഫിനാൻഷ്യൽ സർവീസസ്. ഇങ്ങനെ പല വെറൈറ്റി ഉണ്ട് എന്ന് പറയാം. അപ്പോൾ ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറഞ്ഞാൽ വൈഡ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസിൽ പെടുന്നുണ്ട്. ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുമ്പോൾ ഇൻഷുറൻസ് അടക്കമുള്ളത് ഫിനാൻഷ്യൽ സർവീസാണ്. ബാങ്കിങ് ഫിനാൻഷ്യൽ സർവീസാണ്. ക്രെഡിറ്റ് സർവീസ്, വായ്പ സർവീസുകൾ, സച്ചാസ്, അത് ഏതൊക്കെയാണ് ക്രെഡിറ്റ് സർവീസുകൾ? അത് തന്നെ കുറേ ലിസ്റ്റ് ഉണ്ട്. ക്രെഡിറ്റ് സർവീസുകൾ തന്നെ ഒരു ലിസ്റ്റ് പറയാനുണ്ട്. എന്തൊക്കെയാണ്? മർച്ചൻ്റ് ബാങ്കിങ്, മ്യൂച്വൽ ഫണ്ടുകൾ, വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ്, ലീസ് ഫിനാൻസിങ്, സ്റ്റോക്ക് ബ്രോക്കിംഗ്, ഹയർ പർച്ചേസ്, ഹൗസ് ഫിനാൻസ്, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്. പിന്നെ അത് കൂടാണ്ട് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്, ക്രെഡിറ്റ് റേറ്റിംഗ്, അതായത് വായ്പ എടുക്കുന്ന ആൾക്ക് വായ്പ കിട്ടാനുള്ള അർഹത എത്രത്തോളം ഉണ്ടെന്ന് റേറ്റിംഗ് ഏജൻസികൾ റേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് എത്ര രൂപ വരെയും ക്രെഡിറ്റ് അയാൾക്ക് കൊടുക്കാം എന്നുള്ളതിന് റേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അത് അയാൾ തിരിച്ചടക്കും എന്നുള്ള വിശ്വസനീയതയാണ് റേറ്റ് ചെയ്യുന്നത്. ഇനി കൺസ്യൂമർ ഫിനാൻസ്, ദെൻ ഫാക്ടറിങ് എന്ന് പറഞ്ഞാൽ ഒരു ഡെറ്റ് അങ്ങനെ തന്നെ ഹോൾസെയിലായിട്ട് മേടിക്കാനായിട്ടൊരു പാർട്ടി ഉണ്ടാവുക. അവർ കടം കിട്ടാനുള്ള, പലരിൽ നിന്നായി പിരിഞ്ഞ് കിട്ടാനുള്ള പൈസ അവർ പിരിച്ചെടുത്തോളും, പക്ഷേ ഒരു ഹോൾസെയിൽ എമൗണ്ട് അവർ നൽകും. ഇതാണ് പറഞ്ഞു വരയ്ക്കുന്നത്.